Dear students, welcome to SS Physics classes. Neet Entrance എക്സാമിന് വേണ്ടി റേ ഓപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ പ്രീവിയസ് ഇയർ 33 വർഷങ്ങളുടേത് നമ്മൾ അനലൈസ് ചെയ്താൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റർ ആണ് അവർ റേ ഓപ്റ്റിക്സ് ആൻഡ് വേവ് ഓപ്റ്റിക്സ് ടുഗദർ. സാധാരണ ഒരു എക്സാമിന് മിനിമം 5 ക്വസ്റ്റ്യനോളം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിനെ വളരെ സീരിയസോടെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ്. കൂട്ടത്തിലെ ഒരു പരിധിവരെ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ്. അതുകൊണ്ട് അത്ര കണ്ട് സീരിയസോടെ നമ്മൾ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല സ്കോറിങ് ഈ ചാപ്റ്ററിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യത്തെ 1 മുതൽ 35 ക്വസ്റ്റ്യൻസ് വരെയുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. സോ വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 36. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 36. Two thin lenses of focal length f1 and f2 are in contact and coaxial. The power of the combination is. See, combination of lenses വരുമ്പോൾ സേ ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് f1 ഉം മറ്റൊരു ഫോക്കൽ ലെങ്ത് f2 ഉം ആണെങ്കിൽ നമുക്കറിയാം the reciprocal of the effective focal length എന്ന് പറയുന്നത് 1 by f1 plus 1 by f2 ആണ്. റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്തിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് അല്ലെ. ബട്ട് വി ഹാവ് ടു എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് f1 ആൻഡ് f2. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. That means we can write it to be f2 plus f1 division by f1 f2 and we get the answer as the fourth option. ഈ കോമ്പിനേഷൻ ഓഫ് നമ്മുടെ ലെൻസസ് വരുമ്പോൾ പവർ ഇപ്പൊ നമുക്ക് ഫോക്കൽ ലെങ്ത് ഇങ്ങനെ കണ്ടുപിടിച്ചു. പവർ എന്ന് പറയുന്നത് ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ പവർ ആയിട്ട് മാറും. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മറക്കണ്ട, ഓരോന്നിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുതേ. സോ വി ക്യാൻ ഗോ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 37. 37th ക്വസ്റ്റ്യൻ പറയുന്നത് എ ബോയ് ഈസ് ട്രൈയിങ് ടു സ്റ്റാർട്ട് എ ഫയർ ബൈ ഫോക്കസിംഗ് സൺലൈറ്റ് ഓൺ എ പീസ് ഓഫ് പേപ്പർ using an equiconvex lens of focal length 10 centimeter. The diameter of the sun is 1.39 into 10 to the power of 9 meter and its mean distance from the earth is 1.5 into 10 to the power of 11 meter. What is the diameter of the sun's image on the paper? അപ്പോൾ നമുക്കൊരു ചെറിയൊരു അസംഷൻ നമുക്ക് നടത്താം. സേ ദിസ് ഈസ് ദ പേപ്പർ ദേ. നമ്മുടെ ലെൻസ് ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോ നമുക്ക് ലാർജ് സെപ്പറേഷനില് നമ്മുടെ സേ സൺ ഉണ്ട്. സണ്ണിന്റെ നമുക്ക് ജസ്റ്റ് റെപ്രസെന്റ് ലൈക്ക് ദിസ് വൺ. സേ അതിന്റെ ഡയമീറ്റർ ഇതാണെന്നിരിക്കട്ടെ. അപ്പൊ ഇതിൽ നിന്നുള്ള റേസ് ആയിരിക്കും നമുക്ക് ഇമേജസ് നൽകുന്നത്. ഉറപ്പായിട്ടും നമുക്കറിയാം ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ട് അതിന്റെ ഫോക്കസിലായിരിക്കും നൽകുക അല്ലെ. യെസ്. അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാം ദാറ്റ് പേപ്പറിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫോക്കൽ പ്ലെയിൻ ആണെങ്കിൽ ഇത് നമ്മുടെ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതെന്ന് പറയുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ അവർ എർത്ത് ആൻഡ് സൺ എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സൺ ദാറ്റ് ഈസ് ഗിവൺ. വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഇമേജ്. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ചെറിയ ആംഗിൾ എന്നുള്ള ഒരു ആസ്പെക്ട്സിൽ എടുക്കുകയാണെന്ന് വിചാരിച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആംഗുലാർ ഡയമീറ്റർ, വിത്ത് റെസ്പെക്ട് ടു ദ ഡയമീറ്റർ ആൻഡ് ഓൾസോ വിത്ത് റെസ്പെക്ട് ടു ദ ഇമേജിന്റെ ആംഗിളും സെയിം അല്ലേ. അപ്പൊ സ്വാഭാവികപരമായിട്ടും ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർക്ക് ബൈ റേഡിയസ് അല്ലെ. ക്യാപിറ്റൽ ഡി ഡിവിഷൻ ബൈ ആർ, ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു സ്മോൾ ഡി ഡിവിഷൻ ബൈ എഫ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് that what is the diameter of the image on the paper, small d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So that is equal to capital D division by R into that focal length ആയിട്ട് നമുക്ക് പറയാം. ജസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി കഴിഞ്ഞു.
എന്താണ് ക്യാപിറ്റൽ ഡി ആയിട്ട് പറയുന്നത്? ഡയമീറ്റർ ഓഫ് ദ സൺ. ഇറ്റ് ഈസ് ഗിവൻ ആസ് 1.39 into 10 to the power of 9 by separation 1.5 into 10 to the power of 11. That much into focal length. It is given as 10 centimeter. So on solving, you get the answer as 9.2 into 10 to the power of -4 meter. That means the first choice as the answer. കണ്ടോ? അപ്പൊ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഒരു സിമ്പിൾ കൺസെപ്റ്റ്, അതോടൊപ്പം ഒത്തിരി അകലെയുള്ള ഓബ്ജക്ട്സുകളുടെ നമുക്ക് ഇമേജസ് ഫോം ചെയ്യുന്ന ലൊക്കേഷനും കൂടെ നമ്മൾ ചിന്തിച്ചേക്കുക അറ്റ് ദ ഫോക്കസ് എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുക. ഇനി അടുത്ത നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത് സി ക്വസ്റ്റ്യൻ നമ്പർ 38. ക്വസ്റ്റ്യൻ പറയുന്നത് a convex lens and a concave lens each having same focal length of 25 centimeter. അപ്പൊ നമുക്ക് രണ്ട് ലെൻസും തമ്മിൽ എടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണേ, ഒരെണ്ണം കോൺവെക്സ് ലെൻസ് എന്നാണ് പറയുന്നത്, മറ്റേ രണ്ടാമത്തത് കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ നമ്മൾ സൈൻ കൺവെൻഷനെ കുറിച്ച് ഓർക്കണം. ആർ പുട്ട് ഇൻ കോൺടാക്ട് ഫോം എ കോമ്പിനേഷൻ ഓഫ് ലെൻസസ്. അപ്പൊ നമുക്കറിയാം ദ റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫോക്കൽ ലെങ്ത് റെസിപ്രോക്കലിന്റെ സം ആയിരിക്കും. ദ പവർ ഇൻ ഡയോപ്റ്റേഴ്സ് ഓഫ് ദ കോമ്പിനേഷൻ ഈസ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണേ, പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീറ്ററിലാണ് ഫോക്കൽ ലെങ്ത് തരുന്നതെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സെന്റിമീറ്ററിലാണ് തരുന്നതെങ്കിൽ ആ ഫോക്കൽ ലെങ്ത് പവർ എന്ന് പറയുന്നത് 100 by ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ നമുക്ക് എടുത്താൽ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാം സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലെ? യെസ്. അപ്പൊ നമുക്ക് പവർ എന്ന് പറയുന്നത് 100 division by f1 പ്ലസ് 100 division by f2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ f1 എന്ന് പറയുന്നത് 25 ആണ് അല്ലെ? സോ ആദ്യത്തെ കേസിൽ 100 by 25 4 ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്തത് -4 ആയിട്ട് നമുക്ക് മാറിക്കഴിഞ്ഞു. സോ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് തേർഡ് ചോയ്സ് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. So, dear students, are you following? Yes. ഓരോ ക്വസ്റ്റ്യനും കൃത്യതയോടെ വായിച്ച് ചെയ്തു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്പർ 39. An equiconvex lens is put into two halves along XOX and YOY dash as shown in the figure. Let F dash F double dash be the focal length of the complete lens of each half in case 1 and each half in case 2 respectively. ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസുമായിട്ട് ഡിവൈഡ് ചെയ്താൽ അത് ഫോക്കൽ ലെങ്തുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യും? മക്കളെ, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഫോക്കൽ ലെങ്ത് തീരുമാനിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെൻസ് മാക്കേഴ്സ് ഫോർമുല. അപ്പൊ ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഇക്വികോൺവെക്സ് ലെൻസിന്റെ കേസസ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓർത്ത് നമ്മൾ വെക്കേണ്ട ഒരു കാര്യം, ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് r division by 2 into mu minus 1 ആണ് എന്നൊരു കാര്യം മറക്കരുത്. അതേപോലെ തന്നെ നമ്മളൊരു പ്ലെയിനോ കോൺവെക്സോ കോൺകേവോ ആണെങ്കിൽ അത് r division by mu minus 1 എന്നുള്ള കാര്യവും മറക്കരുത്. ഇനി ചിന്തിക്കേണ്ടത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ലെൻസിനെ XOX ഡാഷ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടാകുന്നത് ഈ തരത്തിലല്ലേ? അപ്പൊ ഫോക്കൽ ലെങ്ത് തീരുമാനിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനോ അതിലെ റേഡിയസിനോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാം എഫ് ഡാഷ് എന്തായിട്ട് തന്നെ തുടരും, എഫ് ആയിട്ട് തന്നെ തുടരും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. പക്ഷെ അടുത്ത കേസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അവൻ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ മാറുകയാണ് അല്ലെ? അപ്പോഴത്തേക്കും അവൻ ഒരു പ്ലെയിനോ കോൺവെക്സ് കൺസെപ്റ്റ് ആയിട്ട് മാറുകയല്ലേ? പ്ലെയിനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എഫ് ഡബിൾ ഡാഷ് ആയിട്ടല്ലേ ഇവിടെ പറയുന്നത്? അത് നമുക്ക് എന്തായിട്ട് കിട്ടിക്കഴിഞ്ഞു? mu minus 1. പക്ഷേ ഒരു ഇക്വികോൺവെക്സ് ലെൻസിനെ നമുക്കറിയാം അത് r/2 into mu minus 1 ആണ് അല്ലെ? പക്ഷെ അങ്ങനെയാണെങ്കിൽ r/mu minus 1 നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? അത് ഡബിൾ എഫ് ആയിട്ട് എടുത്തൂടെ? അപ്പൊ സ്വാഭാവികപരമായിട്ടും യു ഗെറ്റ് ദ ആൻസർ ആസ് ഡബിൾ എഫ്. അപ്പൊ എപ്പോഴും ഓർക്കണം, ഇക്വികോൺവെക്സ് ലെൻസ് എഫ് ഫോക്കൽ ലെങ്തെങ്കിൽ അവനെ ഹൊറിസോണ്ടൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അവന്റെ ഫോക്കൽ ലെങ്ത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല. വെർട്ടിക്കൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് ഡബിൾ എഫ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 39 ആൻസർ എന്ന് പറയുന്നത് നമുക്ക്
Yes, second choice ആയിട്ട് പറയാം. So we can go with the question number 40. Come on, try to do it. A convex lens is dipped in a liquid whose refractive index is equal to the refractive index of the lens. Then its focal length will be. നമ്മൾ സാധാരണ രൂപത്തിൽ നമ്മുടെ ലെൻസ് എയറിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ലെൻസ് മാർക്കസ് ഫോർമുല ഇങ്ങനെ എഴുതാൻ പറ്റും: -1 × 1/r1 - 1/r2. പക്ഷെ രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഇവനെ ഒരു മറ്റൊരു ലിക്വിഡിലേക്ക് ഡിപ്പ് ചെയ്യാണ്. സോ ഫോക്കൽ ലെങ്തിൽ മീഡിയം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഉറപ്പിക്കാൻ നമുക്ക് ഫോക്കൽ ലെങ്ത് G വിത്ത് റെസ്പെക്ട് ടു മീഡിയം -1 × 1/r1 - 1/r2. ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താൽ F മീഡിയം ബൈ F ഇൻ എയർ എന്ന് പറയുന്നത്, സോ mu glass with respect to air -1 by mu glass with respect to media -1. So F media take the value as is equal to mu glass with respect to air -1 by mu glass with respect to media -1 into F in air. ഇതിനുള്ളിൽ പറയുന്ന കാര്യം രണ്ടിന്റെ liquid whose refractive index is equal to the refractive index of the lens. അപ്പൊ അവിടെ തീരുമാനിക്കുന്ന ടേം എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ mu glass by mu medium ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ വാല്യൂ 1 ആയി മാറില്ലേ? അപ്പൊ 1 - 1 എന്തായിട്ട് മാറി? 0 ആയി. അപ്പോൾ അവൻ എന്തായിട്ട് മാറി? ഇൻഫൈനൈറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് നമുക്ക് ഏതായിട്ട് പറയാം? സി എന്ന് പറഞ്ഞാല് ആ ലെൻസ് ഒരു സാധാരണ ഒരു ഗ്ലാസ് പ്ലേറ്റ് മാതിരി വർക്ക് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 41. A body is located on a wall. Its image of equal size is to be obtained on a parallel wall with the help of a convex lens. അപ്പൊ ഇതാണ് നമ്മുടെ വാളിലെ ഒരു ഓബ്ജക്റ്റ് ആയിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. യെസ്, അപ്പൊ ഇതൊരു വാളിലാണ്. അടുത്ത വാളിൽ അതിന്റെ ഇമേജ് വരണം. അപ്പൊ നമ്മൾ ഒരു കോൺവെക്സ് ലെൻസ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ വെക്കണം. The lens is placed at a distance d ahead of the second wall. Lens is placed at a distance d ahead. രണ്ടാമത്തെ വാളിൽ നിന്ന് ഇവിടെ പറയുന്നത് its image of the equal size is to be obtained on a parallel wall with the help of a convex lens. The lens is placed at a distance d ahead of the second wall. Then the required focal length will be. That is very important. ഫോക്കൽ എന്താണ്? അപ്പൊ നമ്മുടെ അവിടെ ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടി എന്താണ്? The minimum separation between an object and its image in a convex lens എന്ന് പറയുന്നത് നമുക്കറിയാം. that is a very important concept is 4f. ഇവര് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 4f ആയിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അവിടെയും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ലെൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഓബ്ജക്റ്റ് ഈ ഇതെന്ന് പറയുന്നത് അതിന്റെ ഡബിൾ എഫിലായിരിക്കും അല്ലെ? ഇവൻ എന്ന് പറയുന്നത് ഡബിൾ എഫിലായിരിക്കും. അപ്പൊ 2f ഓബ്ജക്റ്റ് വെക്കുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് 2f അതേ ഈക്വൽ ആയിട്ടുള്ള കോൺസെപ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ 2f വാല്യൂ ആണ് നമുക്ക് എത്രയായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്? d. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ വാൾ ആണ് നമുക്ക് d ആയിട്ട് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിട്ട് നമുക്ക് പറയാൻ പറ്റും? d/2 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എക്സാക്ട്ലി നമുക്ക് b ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 42. നോക്കിയേ, the radius of curvature of a thin planar convex lens is 10 centimeter. And the refractive index is given as is equal to 1.5. If the plane surface is silvered, then the concave mirror of the focal length. അപ്പൊ നമ്മുടെ പ്ലെയിൻ സർഫസ് സിൽവർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ
കോൺകേവ് മിറർ ഇത് എഫക്റ്റീവ് ആയിട്ട് അവന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ്, ഒരു റേ ഓഫ് ലൈറ്റ് നമുക്ക് അങ്ങനെ വന്നു വീഴുമ്പോൾ, ഒരു റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ആ റേ ഓഫ് ലൈറ്റിനെ അവൻ ഒരു ലെൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുക. എന്ത് ലെൻസാണ്? കോൺവെക്സ് ലെൻസ്, പ്ലെയിനോ കോൺവെക്സ് ലെൻസ്. അത് കഴിഞ്ഞിട്ട് ഒരു മിററിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ മിററിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ 3 കാര്യങ്ങളിലൂടെ പ്രോസസ്സിലൂടെ പോകുമ്പോഴാണ് ഈ ഒരു സിൽവേർഡ് ലെൻസ് പ്രവർത്തിക്കുക. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്തിന് ആരുടെയൊക്കെ ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കലിന്റെ സമ്മ നമ്മൾ എടുക്കേണ്ടി വരും? ഒന്ന് നമ്മുടെ ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, പിന്നെ അടുത്ത പ്ലെയിൻ മിററായിട്ട് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ലെൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ടും ലെൻസിലെ കോൺവെക്സ് ലെൻസിലെ പ്ലെയിനോ കോൺവെക്സ് ലെൻസിലെ സോ ഡബിൾ ബൈ എഫ് എൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ ഫോക്കൽ ലെങ്ത് ഓഫ് ദ പ്ലെയിൻ മിറർ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്കറിയാം വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഫോർ ദ പ്ലെയിൻ മിറർ? അത് ഇൻഫിനിറ്റി ആണ് അല്ലെ. അപ്പൊ 1 ബൈ ഇൻഫിനിറ്റി എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഡിവിഷൻ ബൈ 2. അപ്പൊ ഈ പ്ലെയിനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് സിമ്പിൾ ആയിട്ട് നമുക്ക് R ഡിവിഷൻ ബൈ എസ് മ്യൂ മൈനസ് 1 എന്നല്ലേ. R എന്ന് പറയുന്നത് ഇവിടെ എത്രയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്? 10 ആണ്. സോ മ്യൂ മൈനസ് 1, മ്യൂ എത്രയാണ്? 1.5 മൈനസ് 1, സോ 0.5. സോ 20 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ എത്രയായിട്ട് പറയാം? ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഡിവിഷൻ ബൈ 2 ആണ്. സോ യു ഗെറ്റ് ദ ആൻസർ as 10 സെന്റിമീറ്റർ ആണ്. എ as the ആൻസർ. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൃത്യതയോടെ വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് വരുമ്പോൾ അതിന്റെ ഫോർമുല R ബൈ മ്യൂ മൈനസ് 1 എന്നുള്ളത്. അതോടൊപ്പം ഒരു EQ കോൺവെക്സ് ലെൻസ് ആണ് അതിന് പകരം വന്നിരുന്നെങ്കിലോ ഉറപ്പായിട്ടും അവിടെ R ഡിവിഷൻ ബൈ 2 ഇൻറ്റു മ്യൂ മൈനസ് 1. അതോടൊപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, അങ്ങനെ വരുമ്പോൾ സിൽവർ ചെയ്യുമ്പോഴുള്ള കേസ് വ്യത്യസ്തമാണ്. അവിടെ വരുന്ന ഒരെണ്ണം EQ കോൺവെക്സ് ലെൻസ് തന്നെയാണ്. അടുത്തത് വരുമ്പോൾ ഒരു കോൺകേവ് മിററാണ്, പിന്നെ വീണ്ടും ഒരു EQ കോൺവെക്സ് ലെൻസ്. അപ്പൊ നമുക്ക് ഇവിടെ 1 ബൈ ഫോക്കൽ ലെങ്ത് ഓഫ് ദ പ്ലെയിൻ മിററിന് പകരം നമ്മുടെ R ബൈ 2 നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ കേസും ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 43. A planar convex lens is made of a material of refractive index 1.6. The radius of curvature of the curved surface is 60 centimeter. The focal length of the lens is, നമുക്കറിയാം ഫോക്കൽ ലെങ്ത് ഫോർ ദ പ്ലെയിനോ കോൺവെക്സ് എന്ന് പറയുന്നത് R ബൈ മ്യൂ മൈനസ് 1 അല്ലെ. അപ്പൊ ആറിന്റെ വാല്യൂ ഇവിടെ എത്രയാ തന്നിരിക്കുന്നത്? 60 സെന്റിമീറ്റർ. എന്താണ് മ്യൂ ആയിട്ട് നമുക്ക് പറയുന്നത്? 1.6 മൈനസ് 1. സോ 60 ഡിവിഷൻ ബൈ 0.6 എന്ന് നമുക്ക് പറയാം. അപ്പൊ ഒരു 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 6 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടി? 100 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്പർ 44. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. A luminous object is placed at a distance of 30 centimeter from the convex lens of a focal length 20 centimeter. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ഇരിക്കുകയാണ്, അതിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെയായിട്ട് നമ്മൾ ഒരു ലൂമിനസ് ഓബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ യു എന്ന് പറയുന്നത് അവിടെ നമുക്ക് 30 സെന്റിമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. On the other side of the lens, at what distance from the lens a convex mirror of radius of curvature 10 centimeter is placed? അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, എവിടെയാണ് നമ്മളൊരു കോൺകേവ് മിറർ വെക്കേണ്ടത്? അപ്പൊ അവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് നമുക്ക് എത്രയായിട്ട് തന്നിരിക്കുന്നത്? 10 സെന്റിമീറ്റർ ആയിട്ട്. സോ ദാറ്റ് അറ്റ് ലെൻസ് എ കോൺവെക്സ് മിറർ ആണ്, നോട്ട് ദ കോൺകേവ് മിറർ. അത് കൃത്യതയോടെ ഓർത്തിരിക്കുക. യെസ്, സി ഇത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുക്കാം. ഒരു കോൺവെക്സ് മിറർ. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും?
നമ്മുടെ ഈ ഒരു കേസിലേക്ക് വരുന്നതിന് തൊട്ടു മുന്നേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇമേജ് ഫോർമേഷന് വേണ്ടിയുള്ള ഡിഫറൻറ്റ് റേസ് എടുക്കുമ്പോൾ ഇപ്പൊ ഇത് സെന്റർ ഓഫ് കർവേച്ചറും ആണ്, ഇത് ഫോക്കസ് ആണ് ഫോർ ദ കോൺവെക്സ് മിറർ എങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ കോൺകേവ് മിററിലേക്ക് വരുന്ന റേസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എക്സാക്ട്ലി അവൻ റേഡിയസ് ഓഫ് കർവേച്ചറും പെർപെൻഡിക്കുലറും ആയതുകൊണ്ട് അവൻ അതേപടി തിരിച്ചു പോകുന്നു എന്നുള്ള കാര്യം, എന്ന് പറഞ്ഞാൽ റീട്രേസ് ചെയ്ത് പോകുന്നു എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓബ്ജക്റ്റിന്റെ അവിടെ തന്നെ ഇമേജ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നമുക്കത് മനസ്സിലാക്കിയെടുത്താൽ ഇങ്ങനെ ഇവിടെ നിന്നുള്ള റേസ് വരുന്നു, ഉറപ്പായിട്ടും നമ്മൾ ആഫ്റ്റർ റിഫ്ലക്ഷൻ അവന് ഒരു ഇമേജ് അവിടെ കൊടുക്കണം. പക്ഷെ ആ ഇമേജിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ നമ്മുടെ മിറർ ഇരിക്കുന്നത് കൊണ്ട് ആ റേഡിയസിൽ നോർമൽ ആയിട്ടായിരിക്കും റേസ് വന്ന് വീഴുന്നത്. അപ്പൊ റിഫ്ലക്ട് ചെയ്ത് എക്സാക്ട്ലി ഓബ്ജക്റ്റിൽ തന്നെ നമുക്ക് എന്തും കിട്ടും, ഇമേജും കിട്ടും. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത് ഈ ഒരു കോൺസെപ്റ്റ് ആണ്. റേഡിയസിന് പാരലൽ ആയിട്ട് വന്നാൽ അത് റിഫ്ലക്ട് ചെയ്ത് അവൻ റീട്രേസ് ചെയ്യുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നോക്കൂ, ലുക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ യു എന്ന് പറയുന്നത് -30 സെന്റിമീറ്റർ ആയിട്ടല്ലേ നമുക്ക് പറയുന്നേ, എങ്കിൽ അവൻ എക്സാക്ട് ആയിട്ട് ഇവിടെ വന്ന് വീഴുന്ന അവന്റെ ഇമേജ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? -1/u + 1/v എന്ന് പറയുന്നത് 1/f അല്ലേ? യെസ്. അപ്പൊ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ നിന്ന് v എങ്ങനെ കിട്ടും? സിമ്പിൾ ആയിട്ട് uf ഡിവിഷൻ ബൈ u + f അല്ലേ? u എന്ന് പറയുന്നത് -30 അല്ലേ? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ലുക്ക്, ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ അല്ലേ? ദ ഡിവിഷൻ ബൈ -30 + 20. സോ -30 × 20 ഡിവിഷൻ ബൈ -10 എന്ന് നമുക്ക് എടുക്കാം. മൈനസ് ക്യാൻസൽ. അപ്പൊ 60 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ടോട്ടൽ സെപ്പറേഷൻ 60 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഈ റേഡിയസ് കർവേച്ചർ നമുക്ക് എക്സാക്ട്ലി എത്രയും തന്നിട്ടുണ്ട്? 10. അപ്പൊ 60 - 10 എത്രയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? യെസ്, 50 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് പറയാം. അപ്പം ഇതേ കേസ് നമുക്ക് പല ആവൃത്തി വന്നിട്ടുണ്ട് പല എക്സാമിനും. അതുകൊണ്ട് തന്നെ കോൺവെക്സ് മിററിന്റെ ആ തരത്തിലുള്ള റിഫ്ലക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്പർ 45. Focal length of the converging length is measured for violet, green and red colors. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരണം 1/f എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു μ-1 അല്ലേ? മ്യൂ എന്ന് പറയുന്നത് ലാംഡ അല്ലേ? ഇൻവേഴ്സ്ലി ആയിട്ട്. സോ എഫ് പ്രൊപ്പോർഷണൽ ടു ലാംഡ എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ലാംഡ കൂടിയ ആൾക്ക് ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസിൽ കൂടുതൽ എന്നല്ലേ അർത്ഥം? അങ്ങനെ വരുമ്പോൾ റെഡ്, ഗ്രീൻ, വയലറ്റ് എടുക്കുമ്പോൾ റെഡിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഗ്രീനിനെക്കാളും ഉറപ്പായിട്ടും വയലറ്റിനെക്കാളും കൂടുതൽ എന്നല്ലേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ്? അങ്ങനെയാണെങ്കിൽ ഏത് ആൻസർ ആയിരിക്കും നമുക്ക് പറയാം? വയലറ്റും ഗ്രീനും സമമാണ് അല്ല, നമ്മുടെ ഗ്രീനിന്റെ ഫോക്കൽ ലെങ്ത് റെഡിനേക്കാൾ കൂടുതലാണ്, വയലറ്റിൻ്റെത് റെഡിനേക്കാൾ കുറവാണ്. സോ സി എസ് ദി ആൻസർ. So we can move with the next question, number 46. A convex lens of focal length 80 centimeter and a concave lens of focal length 50 centimeter. Concave lens എന്ന് പറയുമ്പോഴേ അതിന്റെ സൈനിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചേക്കണേ. What will be their resulting power? നമ്മൾ സാധാരണ കോമ്പിനേഷൻ വരുമ്പോൾ അത് P1 + P2 ആയിട്ടല്ലേ പറയുന്നേ. അങ്ങനെ വരുമ്പോൾ സെന്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 100 division by focal length in centimeter plus 100 division by focal length in centimeter. So that is equal to, so it becomes 2. അപ്പോൾ അവിടെ നോക്കണേ, ഇതൊരു കോൺകേവ് ലെൻസ് ആണ് അല്ലേ? അപ്പോൾ മൈനസ് ഫോക്കൽ ലെങ്ത് അല്ലേ? സോ -2. സോ 10/8. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.25 - 2 എന്ന് പറയുമ്പോൾ 0.75 വിത്ത് എ നെഗറ്റീവ് സൈൻ. സോ വി ഗെറ്റ് ദ ഫോർത്ത് ചോയ്സ് ആസ് ദി ആൻസർ. അപ്പൊ ഇത് കോമ്പിനേഷൻ ഓഫ് ലെൻസ് ബേസ് ചെയ്തിട്ട് സാധാരണ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തിയറി പാർട്ട് ഒന്ന് മനോഹരമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്പർ 47. If FE and FR are the focal length
of a convex lens for violet and red, capital FV and capital FR for concave lens, and red light respectively. Then അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കുക, 1/f എന്ന് പറയുന്നത് mu minus 1 തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തരത്തിലെടുക്കാം. സോ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ലാംഡയുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ കോൺവെക്സ് ലെൻസ് പറയുമ്പോൾ പോസിറ്റീവ് ആസ്പെക്ട്സ് ആണെന്ന് ഓർക്കുക. അതോടൊപ്പം തന്നെ കോൺകേവ് ലെൻസ് നമുക്ക് വരുമ്പോൾ നെഗറ്റീവ് ആസ്പെക്ട്സിലാണ് കൺസെപ്റ്റ് ഇരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ പോസിറ്റീവ് വാല്യൂ കൂടുതൽ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ എന്ന് പറയുന്നത് നേർ വിപരീത അർത്ഥങ്ങളാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ കോൺവെക്സ് ലെൻസ് വരുമ്പോൾ ആരുടെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും? റെഡിന്റെ ഫോക്കൽ ലെങ്ത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കൂടുതലാണെന്ന് പറയാം. സോ FE ഷുഡ് ബി ഗ്രേറ്റർ ദാൻ R. സോ നമുക്ക് A ചോയ്സോ അല്ലെങ്കിൽ C ചോയ്സോ നമുക്ക് പറയാം. അടുത്ത് പറയുന്നത് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് വരുമ്പോൾ ഒരു കാര്യം ഓർക്കണേ, നേർ വിപരീതമാണ് വരുന്നത്. കാരണം F എന്ന് പറയുന്നത് -100 എന്ന് പറഞ്ഞാൽ F എന്ന് പറയുന്നത് -50 എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ നേർ വിപരീതമാവുകയാണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും കുറഞ്ഞ കൺസെപ്റ്റ് ഉള്ളതിന് കൂടുതൽ മീനിങ് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് പറയാം. നമ്പർ 48. An achromatic combination of lenses is formed by joining. ക്രോമാറ്റിക് അബറേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി, ഡിസ്പേഴ്സീവ് കോൺസെപ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഒരു കോൺവെക്സും ഒരു കോൺകേവ് ലെൻസും ഒരുമിച്ച് ചേർത്തിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ഓർക്കുക. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് C ചോയ്സ് as the answer. Number 49. A lens is placed between a source of light and a wall. ഇതാണ് നമ്മുടെ ഓബ്ജക്റ്റ് എന്നിരിക്കട്ടെ, ഇതാണ് നമ്മുടെ ലെൻസ് ആണെങ്കിൽ it forms an image of A1 and A2 on the wall of two different positions. The area of the source of light. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്നുള്ള ഒരു ആസ്പെക്ട്സ് നമ്മൾ എടുക്കണേ. ഇപ്പൊ ആദ്യം നമ്മുടെ ലെൻസ് ഇരിക്കുന്നത് നമ്മുടെ F-നും F-നും ഇടയ്ക്കാണ് നമ്മുടെ ഓബ്ജക്റ്റ് ആയിട്ട് എടുത്താൽ വളരെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കിട്ടിയിരിക്കും. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഓബ്ജക്റ്റും ഇമേജും മാറ്റാതെ ഇവനെ എക്സ് സെപ്പറേഷനിലേക്ക് ഇരിക്കുമ്പോൾ ഇവനെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ F എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് സ്മോൾ ഇമേജ് അവിടെ ഉണ്ടാവും. അവിടെ നമ്മൾ സാധാരണ ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും ദാറ്റ് മാഗ്നിഫിക്കേഷൻ ഫോർ ദ ഫസ്റ്റ് കേസ് ഇൻറ്റു സെക്കൻഡ് എന്ന് പറയുന്നത് 1 ആണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഹൈറ്റ് ഡിവിഷൻ ബൈ ഇമേജിന്റെ ഹൈറ്റ് ഇൻറ്റു O ഡിവിഷൻ ബൈ I2 എന്ന് പറയുന്നത് 1 ആകാം. ദാറ്റ് മീൻസ് O സ്ക്വയർ എന്ന് പറയുന്നത് I1 ഇൻറ്റു I2 എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഇമേജ് ഇൻ ദ ഫസ്റ്റ് കേസ് ഇൻറ്റു 2. ദാറ്റ് മീൻസ് A would take the value as root A1 into A2. സോ എപ്പോഴും ഓർക്കുക, ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡില് രണ്ട് പൊസിഷനുകളിലേക്ക് ഓബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ, ദെയർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. നമ്പർ 50. The focal length of the convex lens will be maximum 4. അപ്പം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 1/f proportional to mu minus 1 into proportional to നമുക്കറിയാം 1/r. അങ്ങനെ വരുമ്പോൾ ഫോക്കൽ ലെങ്ത് അതിന്റെ റേഡിയസുമായിട്ടാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ കോൺവെക്സ് ലെൻസ് വരുന്ന സമയത്ത് നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് that is mu minus 1, that is proportional to r എന്ന് പറഞ്ഞാൽ ലാംഡ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ലാംഡ കൂടിയത് ആരാണോ അവർക്കായിരിക്കും അതിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതൽ. അങ്ങനെ വരുമ്പോൾ നമുക്ക് D ചോയ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്പർ 51. Focal length of a convex lens of a refractive index 1.5 is 2 cm. Focal length of the lens with immersed in a liquid of a refractive index 1.25 will be. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഡിറൈവ് ചെയ്തൊരു കൺസെപ്റ്റ് ആണ് ദ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന ഇനി മീഡിയം എന്ന് പറയുന്നത് മ്യൂ ഗ്ലാസ് ഡിവിഷൻ ബൈ മ്യൂ എ -1 into that focal length in
AI. That division by mu glass by mu media minus 1. നമ്മളിത് ഡെറൈവ് ചെയ്ത കൺസെപ്റ്റാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഗ്ലാസ് എന്ന് പറയുന്നത് 1.5 ആണ്, മൈനസ് 1 ഡിവിഷൻ ബൈ മ്യൂ ഗ്ലാസ് 1.5 by 1.25 minus 1 into f in air that is given as a 2 centimeter. അങ്ങനെയാണെങ്കിൽ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ so we can say 1.5 minus 1.5 division by that 1.5 by 1.25 minus 1 into 2. On solving, you get the answer as 5 centimeter. That means that third choice as the answer. Number 52. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ തിയറി നന്നായിട്ട് പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റൂ. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച്. ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റുമാണ് നമുക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളത്. സോ 1 by 1 by ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്പർ 52. A ray of light incident at an angle of incidence I on the surface of a small angle of the prism with the angle of prism as capital A and emerges normally from the opposite surface. If the refractive index of the material of the prism is mu, the angle of incidence is nearly equal to. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലുക്ക് ദ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ്, ഒരു തിൻ പ്രിസം എന്നാണ് നമ്മളോട് പറയാം. എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തതിൽ നിന്ന് നോർമൽ ആയിട്ടാണ് പുറത്തു വരുന്നത്. അപ്പൊ നമ്മുടെ ഡീവിയേഷന്റെ ഇക്വേഷൻസ് എല്ലാം ഓർമ്മയിരിക്കട്ടെ. I plus E minus A എന്നാണ്. എന്ന് പറയുമ്പോൾ ആ ഇൻസിഡന്റ് ലൈറ്റും എമർജന്റ് ലൈറ്റും തമ്മിലുള്ള ആംഗിൾ ആണ്. ഇനി എന്നിട്ട് പറയുന്നത് ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഫസ്റ്റ് ഇന്റർഫേസ്, ഇ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എമർജൻസ് വിത്ത് റെസ്പെക്ട് ടു ദ നെക്സ്റ്റ് വൺ. അപ്പൊ ഇവിടെ നമ്മൾ ഡയഗ്രാം കൊടുത്താൽ ഇതെന്ന് പറയുന്നത് ഐ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതെന്താവും R1. ഇതിങ്ങനെ നേരെ പോയതുകൊണ്ട് ഇവിടുത്തെ R2ന്റെ വാല്യൂ എത്രയായിട്ട് മാറി? 0 ആയി. ഇത് നമുക്ക് ആംഗിൾ ഓഫ് ദ പ്രിസം എന്നാണ് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ മതി അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇന്റർഫേസിലെ നമ്മൾ സ്നെൽസ് ലോ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. എന്താ കിട്ടുന്നത്? സ്നെൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്താൽ ഇവിടെ സൈൻ ഐ ബൈ സൈൻ R1 എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് എടുക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. എന്താണ് ഈ R1 എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, R1 plus R2 ആണ് നമ്മുടെ ക്യാപിറ്റൽ എ ആയിട്ട് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ R2ന്റെ വാല്യൂ എത്രയായിട്ട് മാറി? 0 ആയി. അങ്ങനെ വരുമ്പോൾ R1ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് തന്നെ നിൽക്കും? എ ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഐ ബൈ ഈക്വൽ ടു മ്യൂ ടൈംസ് ഓഫ് സൈൻ R1 അല്ലേ. ചെറിയ ആംഗിളുകളാണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി തീറ്റ ഈക്വലന്റ് ആകില്ലേ. സോ ഐ എന്ന് പറയുന്നത് മ്യൂ ടൈംസ് ഓഫ് R1 എന്ന് നമുക്ക് പറയാം. അവിടെയും നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ്, ഈ സ്മോൾ ആംഗിളുകൾ ആയതുകൊണ്ടാണ് നമ്മൾ സൈനും യെസ്. അതോടൊപ്പം R1 എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് തന്നിട്ടുണ്ട്? എ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി ഏത് ആൻസർ ആയിട്ട് നമുക്ക് പറയാം? സോ ബി എസ് ദി ആൻസർ. We can go with the question number 53. Pick out the wrong answer in the contest with respect to the rainbow. സാധാരണ റെയിൻബോ വരുമ്പോൾ നമുക്കറിയാം പ്രൈമറി റെയിൻബോ ഉണ്ട്, സെക്കൻഡറി റെയിൻബോ. സാധാരണ പ്രൈമറി റെയിൻബോ എന്ന് പറയുന്നത് ബ്രൈറ്റർ ആയിരിക്കും. സെക്കൻഡറി റെയിൻബോ എന്ന് പറയുന്നത് ബ്ലൂ, നമുക്ക് ബ്രൈറ്ററിന് പകരം ഫെയിൻറ്റർ എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുക. ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടറിനുള്ളിൽ നമ്മൾ ഒരു ലൈറ്റ് റേ കടത്തി വിട്ടാൽ ഒരു ഡിസ്പർഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷനും ഒരു ഇന്റേണൽ റിഫ്ലക്ഷനും ദെൻ ഒരു റിഫ്രാക്ഷൻ, ഇപ്പൊ രണ്ട് റിഫ്രാക്ഷനും ഒരു ഇന്റേണൽ റിഫ്ലക്ഷനുമാണ് നടക്കുന്നതെങ്കിൽ യെസ്, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. പ്രൈമറി റെയിൻബോ എന്ന് പറയാം. സെക്കൻഡറി റെയിൻബോ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത് രണ്ട് റിഫ്രാക്ഷനും രണ്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും നടക്കണം. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. സോ അതുകൊണ്ട് തന്നെ we get the concept as, okay, first choice, when the light rays undergoes two internal reflections in a water drop, a secondary rainbow is formed. The order of color is reversed in the secondary rainbow. Yes, നമുക്ക് വേണ്ടത് റോങ് ആണ്.
An observer can see rainbow with his front is towards the sun. ബാക്കിൽ വന്നാൽ മാത്രമേ കാണൂ. നമുക്ക് അവിടെ സി ആൻസർ ആയിട്ട് കൊടുക്കാം. ഡി ചോയ്സ് പറയുന്നൊന്ന് ശ്രദ്ധിച്ചേ. റെയിൻബോ ഈസ് എ combined effect of dispersion, refraction, and reflection. So everything is there. So നമുക്ക് സി ചോയ്സ് ആൻസർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി 54th ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കി, എന്നിട്ട് പെട്ടെന്ന് അതൊന്ന് ചെയ്യാൻ ശ്രമിച്ചേ. The refractive index of the material എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കാം? Yes, √2 ആണ് അല്ലേ. The angle of the prism is 30. ഇപ്പൊ mu എന്ന് പറയുന്നത് √2 ഉം angle of incidence 30 degree ആണ്. One of the two refracting surface of the prism is made a mirror inverse by silver coating. നോക്കണേ, like this one. A beam of monochromatic light entering the prism from the other face will retraces its path. ഇങ്ങനെ വന്നു എന്നിരിക്കട്ടെ. So with respect to the normal, we can treat this is a side. But after reflection, okay, ഇതിങ്ങനെ നോർമൽ ആയിട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 0 ആയി, അതുകൊണ്ട് അവൻ പക്ക റീട്രേസ് ചെയ്ത് മാറി. അപ്പൊ ഇത് ക്യാപിറ്റൽ എ ആണെങ്കിൽ നമ്മൾ ആദ്യം വരേണ്ടത് ഇത് ഇവിടുത്തെ R2 അവിടെ 0 ആണ്, ഇത് R1 ആയിട്ട് കിടപ്പുണ്ട്. പക്ഷെ R1 + R2 എന്തിന് ഈക്വൽ ആണ്? ക്യാപിറ്റൽ എ ആണ്. R2 ഇവിടെ 0 ആണ്. അപ്പോൾ R1 എന്ന് പറയുന്നത് നമുക്ക് ഏതായിട്ട് കൺസിഡർ ചെയ്യാം? എ ആയിട്ട് കരുതരുത്. ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് അല്ലെ. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ എ ബി എന്ന് പറയുന്ന ഫേസിലെ നമ്മുടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ സൈൻ ഓഫ് ഐ ബൈ സൈൻ ഓഫ് R1 എന്ന് പറയുന്നത് നമുക്ക് യെസ് മ്യൂ ആയിട്ട് കൊടുക്കാം. അപ്പോൾ സൈൻ ഓഫ് ഐ എന്ന് പറയുന്നത് മ്യൂ എത്രയാ? √2 ഇൻറ്റു സൈൻ R1. സൈൻ R1 എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറി? എ ആയിട്ട് മാറി. എ ഇവിടെ എത്രയായിട്ട് തന്നിരിക്കുന്നത്? യെസ്, സൈൻ 30 ആണ്. അപ്പൊ സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2 എന്ന് പറയുമ്പോൾ അത് എത്ര ഇക്വലന്റ് ആയി മാറി? സൈൻ ഐ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 ആണ്. സോ 1/√2 വരുമ്പോൾ നമുക്ക് എക്സാക്ട് ആയിട്ട് ഏത് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു? യെസ്, ബി എസ് ദി ആൻസർ. നമ്പർ 55. A thin prism having a refracting angle as a 10 degree is made of glass of refractive index 1.42. This prism is combined with another thin prism of glass of refractive index 1.5. So നമുക്കിത് എ ആയിട്ട് എടുക്കാം, A1 ആയിട്ട് എടുക്കാം, ഇത് A2 ആയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് പറയാണ് ദിസ് കോമ്പിനേഷൻ പ്രൊഡ്യൂസസ് ഡിസ്പേർഷൻ. ഇപ്പൊ കോമ്പസിറ്റ് ലൈറ്റ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ വിത്തൗട്ട് ഡീവിയേഷൻ. എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇറ്റ് വിൽ മൂവ് ലൈക്ക് ദിസ് വൺ. ഇൻ ദ സെൻസ് വിത്ത് റെസ്പെക്ട് ടു അവർ ഇൻസിഡന്റ് ലൈറ്റ് ദീസ് ആർ ബിക്കം പാരലൽ. പാരലൽ എന്ന് പറയുമ്പോഴേ നമുക്ക് ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് പറയാം? 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസിന് Δ1 + Δ2 ആയിട്ട് എടുത്താൽ we can say that μ1 - 1 into A plus μ2 - 1 into A, it should be equal to what? 0. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് what is the second angle of the prism? So μ2 - 1 into A2 is equal to minus of μ1 - 1 into A1. So A2 become equal to minus of μ1 - 1 into A division by μ2 - 1. നമ്മൾ അതിന്റെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1.42 - 1 by 1.7 - 1. That means the angle of the prism is equal to 10. So on solving, you get the answer as is equal to yes 6 degree. Why there is a negative sign? എപ്പോഴും ഓർക്കണേ, നമ്മുടെ രണ്ടാമത്തെ പ്രിസം എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. Okay, number 56. The angle of incidence for a ray of light
at a refracting surface of the prism is 45 degree. So refracting surface, നമുക്ക് angle of incidence ആണ് നമുക്ക് 45 ഡിഗ്രി ആയിട്ട് തന്നിട്ടുണ്ട്. Angle of prism എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. If the ray suffers minimum deviation through the prism, the angle of minimum deviation and refractive index of the material of the prism respectively are. അപ്പോൾ നമുക്ക് ആദ്യം മിനിമം ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമുക്കറിയാം ഡെൽറ്റ എന്ന് പറയുന്നത് I + C - A അല്ലേ. എന്ന് പറയുമ്പോൾ മിനിമം ഡീവിയേഷനിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും എമർജൻസും സെയിം അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 into that 45 degree minus A as what 60 degree എന്ന് പറയുമ്പോൾ 90 - 60 എത്രയായിട്ട് നമുക്ക് കിട്ടി? 30 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് sin I by sin R1 അല്ലേ ഫസ്റ്റ് ഇന്റർഫേസ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ sin 45 ഡിവിഷൻ ബൈ sin R1. R1 എന്ന് പറയുന്നത് ലുക്ക്, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിനിമം ഡീവിയേഷൻ ആയതുകൊണ്ട് തന്നെ കീപ്പ് ഇൻ മൈൻഡ് R1 + R2 അതല്ലേ A. അപ്പോ R1 = R2 അല്ലേ. അപ്പൊ 2 അത് മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ മാത്രം. സോ R is equal to എത്രയായിട്ട് പറയാം? A/2. അപ്പൊ എത്രയായി? 30. sin 45 1/2 sin 30, so that is equal to √2 ആയിട്ട് നമുക്ക് പറയാം. So 30 degree and √2, that is B as the answer. Number 57. പ്യുവർ മാത്തമാറ്റിക്സ് അടങ്ങുന്ന ചില ക്വസ്റ്റ്യനുകളാണ് നമുക്ക് പ്രിസത്തിൽ സ്ഥിരതയോട് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. Okay, the refracting angle of the prism is A. The refractive index of the material of the prism is cot A/2. The refracting angle A ആണ്. Refractive index എന്ന് പറയുന്നത് cot A/2 ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് സാധാരണ രൂപത്തിൽ നമുക്കറിയാന്നുള്ളത് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇന്റർഫേസിലാണെങ്കിൽ sin I ഡിവിഷൻ ബൈ sin R എന്നാണ് അല്ലെ. പക്ഷേ മിനിമം ഡീവിയേഷൻ വരുമ്പോൾ R1 + R2 A ആണ്. 2R എന്ന് പറയുന്നത് A ആകും. R എന്ന് പറയുന്നത് A/2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ മ്യൂ എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? cot A/2 എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു sin I ഡിവിഷൻ ബൈ sin R എന്ന് പറയുന്നത് sin A/2 ആയിട്ട് എടുക്കാം. എന്താണ് cot A/2? That is cos A/2 division by sin A/2 is equal to sin I division by sin A/2. So sin A/2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഈ cos A/2 sin I, കോസിനെ സൈനിന്റെ രൂപത്തിലേക്ക് നമുക്ക് എഴുതിയാൽ sin pi/2 minus A/2 it should be equal to that sin of I. I എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഡെൽറ്റ മിനിമ എന്ന് പറയുന്നത് I + E - A എന്നാണ് അല്ലെ. എന്ന് പറയുമ്പോൾ 2I - A ആണ് അല്ലെ. അപ്പൊ I എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? A + ഡെൽറ്റ മിനിമ ബൈ 2. സോ ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ okay, that is a fine. എന്ന് പറയുമ്പോൾ pi/2 - A/2 എന്ന് പറയുന്നത് A + ഡെൽറ്റ മിനിമ ബൈ 2. ഇതിൽ നിന്ന് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഡെൽറ്റ മിനിമ എന്ന് പറയുന്നത് 180 - 2A ആയിട്ട് നമുക്ക് കിട്ടി. സോ A ആസ് ദി ആൻസർ. ഈ സ്റ്റെപ്പുകൾ പോയതൊന്ന് ഓർമ്മയിരിക്കട്ടെ. ഒന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ കേസ് പറഞ്ഞു. അതിനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇന്റർഫേസിലെ സ്നെൽസ് ലോ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. Then we get the answer as 180 - 2I. Number 58. Question number 58 പറയുന്നത് the beam of light consists of ഏതൊക്കെയാ? red, green and blue colors that is incident on a right angled prism. The refractive index of the material of the prism for red, green and blue wavelength are 1.39, 44 and 47. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്തായാലും ക്രിട്ടിക്കൽ ആംഗിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പ്രോസസ് ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് വരുന്ന ഒരു റേ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിനനുസരിച്ച് ക്രിട്ടിക്കൽ ആംഗിൾ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ
പുറത്തേക്ക് പോകും. കൂടുതലാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? യെസ്, ഉള്ളിലോട്ട് കയറും. അപ്പൊ അത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട റീസൺ. Whatever may be the case, ഇവിടെ പറയാണ് the refractive index of the material of the prism is the above red, green, blue wavelength are 1.39, 1.44 and 1.47. ഇതാണ് നമുക്ക് തന്നിരിക്കുക. നമുക്ക് ഈ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/sin c. അപ്പൊ ഇവിടുത്തെ കേസിലെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്നുള്ളത് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. അപ്പോൾ നമുക്കറിയാം ഇത് 45 ആണ് അല്ലെ? അപ്പൊ ഇത് 45. അപ്പൊ ഈ ആംഗിൾ എത്ര തന്നെയാണ്? 45 ഡിഗ്രി. അപ്പൊ സോ മ്യൂ 1/sin 45 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 1/√2. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിനു സമമായി? √2. √2ന്റെ വാല്യൂ എത്രയാണ്? 1.44 ആണ് അല്ലെ? അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ക്ലിയർ ആയി. റെഡ് ഒരു ഗ്രൂപ്പാണ്, മറ്റേ ഗ്രീനും ബ്ലൂവും മറ്റൊരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? 458. യെസ്, എക്സാക്ട്ലി ദ തേർഡ് ചോയ്സ്. സെപ്പറേറ്റ് ദ റെഡ് കളർ ഫ്രം ദ ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. നമ്പർ 59. ദി ആംഗിൾ ഓഫ് ദ പ്രിസം ഈസ് എ. One of its refracting surfaces is silvered. Okay. Light rays falling at an angle of incidence 2a on the first surface returns back to the same path after suffering reflection at the silvered surface. Good. തിരിച്ച് അതേപടി പോകും. അതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നമുക്ക് 2a ആയിട്ട് പറയാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം മ്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കേസാണ് ചെയ്യുന്നത്? നമ്മുടെ ആദ്യത്തെ ഇന്റർഫേസിലെ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ സ്നെൽസ് ലോ നിയമപ്രകാരം സൈൻ i ഡിവിഷൻ ബൈ സൈൻ r1 എന്ന് നമുക്കറിയാം. ഇത് r1 ആയിട്ട് ഇവൻ റീട്രേസ് ചെയ്ത് തിരിച്ചു പോകുന്നതുകൊണ്ട് r2ന്റെ വാല്യൂ എന്താണ്? 0. r1 പ്ലസ് r2 ആണ് നമുക്ക് എന്തായിട്ട് തന്നിരിക്കുന്നത്? a. r2 അവിടെ 0 ആണ്. അപ്പൊ r1ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് പറയാം? a. എന്താണ് സൈൻ i? i എന്ന് പറയുന്നത് നമുക്ക് 2a ആയിട്ടാണ് തന്നിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ സൈൻ 2a നമുക്ക് 2 sin a cos a ഡിവിഷൻ ബൈ സൈൻ a ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മ്യൂ എന്ന് പറയുന്നത് നമുക്ക് 2 cos a എന്നുള്ള കൺസെപ്റ്റിലേക്ക് കിട്ടി. സോ ബി എസ് ദി ആൻസർ. നല്ല പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഓർത്ത് റെയിൻബോ ഈസ് ഫോംഡ് ഡ്യൂ ടു ദ കോമ്പിനേഷൻ ഓഫ്, നമുക്കറിയാം എക്സാക്ട്ലി ദാറ്റ് ഡിസ്പേർഷനും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രോസസ്സസ്. സോ നമുക്ക് എ ചോയ്സ് ആയിട്ട് ആൻസർ ആയിട്ട് പറയാം. A ray of light incident at an angle of incidence is one of the face of a prism of angle A and emerges normally from the opposite face. The refractive index is mu. The angle of incidence is A. Already നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. For the minimum deviation of a prism to be equal to its refracting angle. മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ദ പ്രിസത്തിന് സമമാകണമെങ്കിൽ the prism must be made of a material whose refractive index is. അപ്പൊ മ്യൂവിനെ കുറിച്ചാണ് നമുക്ക് കൃത്യതയോടെ നമുക്ക് പറയേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് നോക്കി, സി അപ്പൊ ഇവിടെ ഡെൽറ്റ മിനിമ എന്ന് പറയുന്നത് യെസ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിസം ഫോർമുല സൈൻ ഓഫ് എ പ്ലസ് ഡെൽറ്റ മിനിമ ദാറ്റ് ഡിവിഷൻ ബൈ 2 ദാറ്റ് ഡിവിഷൻ ബൈ സൈൻ ഓഫ് എ ബൈ 2. ഇതാണ് അവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡെൽറ്റ മിനിമ എ ആയിട്ട് മാറുമ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? സൈൻ ഓഫ് 2a ബൈ 2. അപ്പൊ സൈൻ എ ഡിവിഷൻ ബൈ ദാറ്റ് സൈൻ എ ബൈ 2 ആയിട്ട് നമുക്ക് എടുക്കാം. സൈൻ എ എന്ന് പറയുമ്പോൾ 2 sin a by 2 cos a by 2 അല്ലെ?
the division by that is sin a by 2 ആയിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ mu എന്ന് പറയുന്നത് 2 into that cos a by 2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ നമ്മളൊരു പ്രിസത്തിലേക്കുള്ള ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ദ നോർമൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം അല്ലെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും വരാൻ പാടുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് വേണം നമുക്ക് ചിന്തിക്കാനുള്ളത്. മാക്സിമം പോസിബിൾ ആകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? അത് എക്സാക്ട്ലി 90 ഡിഗ്രി ആണ് അല്ലെ. അപ്പം ഐ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ, എ എന്തായിട്ട് മാറും? നമുക്ക് 90. അപ്പോ 0 ആയിട്ട് മാറും അല്ലേ. So 2 into cos a by 2. So that is a concept there. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സോ ഐയുടെ വാല്യൂ 90 ആവുമ്പോൾ 90 by 2. Yes, sorry. As I is equal to 90 by 2. So that is equal to 2 into cos 45 അല്ലേ. അപ്പൊ എത്ര വരും? 2 into cos 45. എത്രയും 1 by root. അപ്പൊ നമുക്ക് എത്രയായിട്ട് എടുക്കാം? √2 കേസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഒരു ലിമിറ്റിംഗ് കേസ് ആയിട്ട് വരുന്നത് √2 എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പൊ അടുത്ത കേസ് ആയിട്ട് നമുക്ക് എന്താ വരാൻ പറ്റുന്നത്? സോ ഐ ഈസ് ഈക്വൽ ടു എ ആണ് ഒരു കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആംഗിൾ ഓഫ് ദ ഇൻസിഡൻസ് ആസ് എ ആയിട്ട് വന്നാൽ ഇപ്പൊ സേ ഐ മിനിമം ആണ്. ഐ മിനിമം എത്ര ആയിട്ട് നമുക്ക് എടുക്കാം? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് നമുക്ക് കൊടുക്കാം. മാക്സിമം എന്ന് പറയുന്നത് 90. അപ്പം ഐ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സി കോസ് 0 ഇറ്റ് ബിക്കംസ് 1. അപ്പൊ അത് എത്രയായിട്ട് മാറി? 2. അപ്പം ഈ 2വിനും √2വിനും ഇടയ്ക്കാണ് നമ്മുടെ വാല്യൂസ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി മിനിമം ഡീവിയേഷന് സമമാകുന്ന കേസ് വരുമ്പോൾ എന്താണ് നമുക്ക് കണ്ടീഷൻ എന്നാണ്. അപ്പൊ ആ കണ്ടീഷന് രണ്ട് കേസസ് നമുക്ക് കൊടുക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് മിനിമവും മാക്സിമവും നമ്മൾ കൊടുത്തു നോക്കി. അപ്പോൾ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 2വിനും √2വിനും ഇടയ്ക്കാണ്. അപ്പൊ നമുക്ക് ഏത് ആൻസർ ആയിട്ട് നമുക്ക് പറയാം? ബി ആണ് ആൻസർ ആയിട്ട് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 63. A thin prism of angle 15 degree made of glass of refractive index 1.5 is combined with another prism of refractive index 1.75. The combination of the prism produces dispersion without deviation. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡീവിയേഷൻ അവൻ എന്താകണം? 0 ആകും. എന്ന് പറഞ്ഞാൽ μ1 minus 1 into a1 plus μ2 minus 1 into a2 എന്ന് പറയുന്നത് നമുക്ക് എത്ര ആയിട്ട് എടുക്കാം? 0. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രിസം വാല്യൂ എന്ന് പറയുന്നത് μ1 minus 1 into a1 by that μ2 minus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് μ1 എന്ന് പറയുന്നത് ഇവിടെ 1.5 അല്ലേ. സോ -1 by that next one 1.75 minus 1 into a1 എന്ന് പറയുന്നത് 15 ഡിഗ്രി ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് a2വിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ സെക്കൻഡ് ഈസ് ദ ആൻസർ. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് നമുക്ക് അത് വളരെ ഈസി ആയിട്ട് മാറി. അടുത്ത ക്വസ്റ്റ്യൻ. സി ദ ക്വസ്റ്റ്യൻ നമ്പർ, ഇതും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ബി ആണ്. റിപ്പീറ്റേഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ്. സ്വന്തമായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കും. നമ്പർ 65. The refractive index of the material of the prism is √3. Then the angle of minimum deviation of the prism is. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഡീവിയേഷൻ ആണ്. അപ്പൊ ഐ എന്ന് പറയുന്നത് ഇക്ക് തുല്യമാകും. ഒരു ഈക്വലാറ്ററൽ പ്രിസം എന്നൊരു കൺസെപ്റ്റ് കൂടെ നമ്മൾ എടുത്താൽ ഡെൽറ്റ മിനിമ എന്ന് പറയുന്നത് നമുക്ക് 2i മൈനസ് എ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കേസാണ് അല്ലെ. ഇനി നമുക്ക് ഫസ്റ്റ് ഇന്റർഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു എന്നിരിക്കട്ടെ. സ്വാഭാവികപരമായിട്ടും ഇത് R1 ആണ്, ഇത് R2 ആണ്, സോറി ഐ ആണ്. നമുക്കറിയാം സിനൽസ് ലോ പ്രകാരം സൈൻ ഐ ഡിവിഷൻ ബൈ സൈൻ R1 എന്ന് പറയുന്നത്
refractive index of the medium. അപ്പോൾ ഇവിടെ R1 plus R2-ന്റെ വാല്യൂ എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് ദ പ്രിസം. മിനിമം ഡീവിയേഷൻ ആയതുകൊണ്ട് 2R എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? A ആയിട്ട് പറയാം. അപ്പൊ R എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? A/2. അപ്പൊ 60/2. അപ്പൊ 30 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് I എന്ന് പറയുന്നത് mu ടൈംസ് ഓഫ് സൈൻ 30. അപ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിനിമം ഡീവിയേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 60 - 60. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി ആയിട്ട് ആൻസർ കിട്ടി. സോ 65 നമുക്ക് തേർഡ് ചോയ്സ് ആയിട്ട് ആൻസർ പറയാം. നമ്പർ 66, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ബൈ എ പ്രിസം ആൻഡ് സപ്പോസിംഗ് ദ ആംഗിൾ ഓഫ് പ്രിസം A to B can be given by. സോ സിമ്പിൾ ആയിട്ട് നമ്മുടെ പ്രിസം ഫോർമുല നമുക്കറിയാം. ഇവിടെ ഡീവിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഡീവിയേഷൻ എന്ന് പറയുന്നത് mu - 1 × A. അത് സ്മോൾ ആംഗിൾ ഓഫ് ദ പ്രിസം ആയതുകൊണ്ടാണെന്നുള്ള കാര്യം മാർക്കരുത്. ഡെൽറ്റ ഈക്വൽ ടു mu - 1 × A. നമ്പർ 67, an astronomical refracting telescope will have large angular magnification and higher resolution than when it has an objective lens of. സാധാരണ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ in order to collect the maximum intensity of light, അപ്പർച്ചർ വളരെ ലാർജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഡി ആൻസർ ആയിട്ട് പറയാം. നമ്പർ 68, an astronomical telescope has objective of focal length 40 cm and eyepiece of focal length 4 cm. ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് an object of 200 cm away from the objective, the lenses must be separated by a distance of. അപ്പോൾ നമുക്ക് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോൺസെപ്റ്റ്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, സാധാരണ ഒരു ടെലസ്കോപ്പിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ്, സാധാരണ ഇൻഫിനിറ്റി ആണ് നമ്മൾ കണ്ടീഷൻ ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 200 സെന്റിമീറ്റർ ആണ്. അപ്പൊ യു ഒബ്ജക്റ്റീവ് നമുക്ക് തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ഒബ്ജക്റ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് സിമ്പിൾ ആയിട്ട് ഏത് റിലേഷൻ യൂസ് ചെയ്യാം? -1/u + 1/v = 1/f. സോ v = uf division by u + f. എന്താണ് ഇവിടുത്തെ യുവിന്റെ വാല്യൂ ആയിട്ട് പറയാം? യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് -200 ആണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് +40 ആണ്. സോ -200 + 40. So that is equal to -200 × 40 division by -160. Cancel ആയി. 40 നമുക്ക് ക്യാൻസൽ ആക്കാം. സോ യു ഗെറ്റ് ദ ആൻസർ v = 50. അപ്പൊ നമ്മൾ സാധാരണ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം v0 f0 + fe അല്ലെങ്കിൽ v0 + fe ആയിട്ടാണ് നമ്മൾ ആൻസർ പറയുക. അങ്ങനെ ലെങ്ത് ഓഫ് ദ ട്യൂബ് എന്ന് പറയുന്നത് VO + FE. VO 50 ആണ്, +4 ആണ്. So you get the answer as is equal to 54 centimeter. That means D, the fourth option, is the answer. Number 69. In an astronomical telescope, in normal adjustment, the normal adjustment എന്ന് പറയുമ്പോൾ ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ആണെന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക. A straight black line of length capital L is drawn on inside part of objective lens. The eyepiece forms a real image of this line. The length of this image is L, the magnification of the telescope. Magnification എന്ന് പറയുന്നത് നമുക്കറിയാം f0/fe ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് in terms of capital L small എല്ലിന്റെ രൂപത്തിലേക്ക് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്, ഇത് നമ്മുടെ ഒരു ഐ ലെൻസ് ആണെങ്കിൽ
ഒബ്ജക്റ്റീവ് ലെൻസിലാണ് നമ്മൾ ഒരു ബ്ലാക്ക് ലൈൻ നമ്മൾ ഇടുക. അപ്പൊ നമ്മൾ സാധാരണ ഒരു നോർമൽ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ ലെങ്ത് ഓഫ് ദ ട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, അത് F0 + Fe ആയിരിക്കും. അപ്പൊ ആ ബ്ലാക്ക് ലൈൻ ഓബ്ജക്റ്റ് ആയിട്ട് എടുത്താൽ നമ്മുടെ ഈ ഐലൻഡ്സ് പ്രകാരം -FO + Feയിലാണ് ബ്ലാക്ക് ലൈൻ ഇരിക്കുന്നത്. അവൻ കൊടുക്കുന്ന ഇമേജ് സ്മോൾ എൽ ലെങ്ത്, ഇത് ക്യാപിറ്റൽ എൽ ലെങ്ത്. അപ്പൊ സ്മോൾ എൽ എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസിൽ അകലെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് മേ ബി ദ കേസ്, ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് എടുക്കാം, സ്മോൾ എൽ ഡിവിഷൻ ബൈ ക്യാപിറ്റൽ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ മേളത്തിൽ പറഞ്ഞ ഇക്വേഷനുമായിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലുക്ക്, നമുക്ക് ആദ്യം ലെൻസ് റിലേഷൻ ബേസ് ചെയ്തിട്ട് വി എന്ന് പറയുന്നത് നമുക്ക് അറിയാം, യു ഇൻറ്റു എഫ് ഡിവിഷൻ ബൈ യു പ്ലസ് എഫ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് യു ഒ എന്ന് പറയുന്നത് -FO + Fe ഇൻറ്റു FO ഡിവിഷൻ ബൈ the division by -FO + Fe plus FO ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നോക്കി, ഈ -FOയും മൈനസും ക്യാൻസൽ ആയില്ലേ, ഇവിടെ -Fe അല്ലേ ഉള്ളത്. സോ -F0 + Fe ഇൻറ്റു FO ബൈ Fe, അതാണ് നമുക്ക് വി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് സാധാരണ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് V/U അല്ലേ. അപ്പൊ വി എത്രയാണ് ഇവിടെ? -FO + Fe ഇൻറ്റു FO ബൈ Fe, ദ ഡിവിഷൻ ബൈ യു. യു എത്രയായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്? -FO + Fe. അത് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുത്തൂടെ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ കിട്ടി, സ്മോൾ എൽ ബൈ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് FO ബൈ Fe ആണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ലുക്ക്, ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് എ V/U ആണ്. യെസ്, FO + Fe ഇൻറ്റു, നമ്മൾ ഇവിടെ എടുത്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഐലൻസിന്റെ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഉറപ്പായിട്ടും അത് Fe ആയിട്ട് മാറും. ഗുഡ്. സോ ദാറ്റ് ഈസ് ഇറ്റ് ബിക്കംസ് Fe. അപ്പൊ ഇവിടെ അടിയിലായിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഇത് Fe ആവും, ഇത് FO ആയിട്ട് മാറും. Fe ആവും, ഇത് FO ആയിട്ട് മാറും. അപ്പോ സ്മോൾ എൽ ബൈ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് Fe ബൈ FO ആയിട്ട്. പക്ഷെ നമുക്ക് വേണ്ടത് FO ബൈ Fe അല്ലേ, മാഗ്നിഫിക്കേഷൻ ഫോർ ദ ടെലസ്കോപ്പ്. അങ്ങനെ വരുമ്പോൾ Fe ബൈ Fe എന്തായിട്ട് വരും? ക്യാപിറ്റൽ എൽ ബൈ സ്മോൾ എൽ. ഒരിക്കൽ കൂടെ, നമ്മളിപ്പോൾ ഒരു സാധാരണ ലെൻസ് പ്രകാരമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പൊ ഐ ലെൻസ് അങ്ങ് എടുത്തു. ഐ ലെൻസിന്റെ എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ബ്ലാക്ക് ലൈൻ? അതൊരു ഓബ്ജക്റ്റ്. ഇമേജ് എത്രയാണ്? വി. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തപ്പോൾ FO Fe തിരിഞ്ഞുപോയി, Fe ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ നമ്മൾ Fe തന്നെ കൊടുത്തു. എന്നിട്ട് UO എന്താണ്? FO + Fe സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അത് കിട്ടി. പക്ഷെ സാധാരണ ഒരു മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് V/U ആണ്. അത് രണ്ടും നമ്മൾ എടുത്തപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. പക്ഷെ അത് സാധാരണ മാഗ്നിഫിക്കേഷന്റെ ടേമിലാണ്. അതിനെ തിരിച്ചിട്ടപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. സോ CS ദി ആൻസർ, യെസ്, 69 C ആയിട്ട് കിട്ടി. If the focal length of the objective lens is increased, then magnifying power of, രണ്ട് കേസസ് നമ്മൾ ഡീൽ ചെയ്യണം അല്ലെ, ടെലസ്കോപ്പും അതോടൊപ്പം മൈക്രോസ്കോപ്പും. മൈക്രോസ്കോപ്പിന്റെ സാധാരണ റിലേഷൻ വരുന്നത് -VO/UO ഇൻറ്റു T/Fe എന്ന് നമുക്ക് വേണേൽ പറയാം. മറ്റൊരർത്ഥത്തിൽ ഇതിൽ VOയും UOയും ഇല്ലാത്ത സമയത്ത് നമുക്കതിനെ ഒന്ന് ഷോർട്ട് കട്ട് ആയിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു തരത്തിലും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മാഗ്നിഫൈയിങ് പവർ ഫോർ ദ മൈക്രോസ്കോപ്പ് ഈ തരത്തിലാണ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു FO എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കൂടിയാൽ ആരുടെ? ഒബ്ജക്റ്റീവിൻ്റെത് മാഗ്നിഫൈയിങ് പവർ ഡിക്രീസ് ചെയ്യും. ആർക്ക്? മൈക്രോസ്കോപ്പില്. പക്ഷെ അതേ സമയത്ത് മാഗ്നിഫൈയിങ് പവർ ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്
In modulus, we can say FO by FE ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഫോർ ദ ഒബ്ജക്റ്റീവ് കൂട്ടുമ്പോൾ അവന്റെ മാഗ്നിഫൈങ് പവർ കൂടുന്നതായിട്ടാണ് നമുക്ക് കാണുക. അങ്ങനെ വരുമ്പോൾ എക്സാക്ട്ലി നമുക്ക് ഡി ആൻസർ ആയിട്ട് പറയാൻ പറ്റും. കാരണം മൈക്രോസ്കോപ്പിന് ഡിക്രീസ് ചെയ്യുന്നു, ടെലിസ്കോപ്പിന് അത് കൂടുകയാണ് ചെയ്യുക. നമ്പർ 71. For a normal eye, the cornea of eye provides converging power of 40 diopter, and the least converging power of the eye lens behind the cornea is 20 di. അപ്പോൾ നമ്മൾ ആ ഐ ലെൻസ് കൺസിഡർ ചെയ്യുമ്പോൾ കോർണിയയുടെ ഒരു കോൺട്രിബ്യൂഷനും ലെൻസും ഉൾപ്പെടെ ആയിരിക്കും നമുക്ക് ഫോക്കൽ ലെങ്തിന് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ടോട്ടൽ പവർ എന്ന് പറയുന്നത് 40 ഡയോപ്റ്റർ പ്ലസ് 20 ഡയോപ്റ്റർ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് 60 ഡയോപ്റ്റർ ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് സെന്റിമീറ്ററിൽ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തെഴുതാം? 100 by ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ അല്ലേ? സോ ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ എന്ന് പറയുന്നത് 100 by 60 ആയിട്ട് നമുക്ക് എടുത്തൂടെ എന്ന് പറയുമ്പോൾ അത് 1.67 സെന്റിമീറ്റർ അല്ലേ? സോ ബി എസ് ദി കറക്റ്റ് ആൻസർ. നമ്പർ 72. The magnifying power of a telescope is 9 when it is adjusted for parallel rays. പാരലൽ റേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫിനിറ്റ് കണ്ടീഷനിലേക്ക് മാറി അല്ലേ? അപ്പൊ മാഗ്നിഫൈങ് പവർ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും പറയാം FO by FE. ഇറ്റ് ഈസ് ഗിവൻ ആസ് 9. The separation between the objective and the eyepiece is 20. FO plus FE എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് പറയാം. Then what is the focal length of the lenses are? അപ്പൊ ഈ ഒരു ഫസ്റ്റ് റിലേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് FO എന്ന് പറയുന്നത് 9 times of FE ആയിട്ട് പറയാം. So we get the value as is equal to 9 FE plus FE, 10 FE, take the value as 20. So FE എന്ന് പറയുന്നത് 20 by 10, 2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ FO എന്ന് പറയുന്നത് 9 into 2, so that is 18. That means C as the answer. Number 73. A microscope is formed focused on a mark on a piece of paper, and then a slab of thickness of 3 centimeter and refractive index 1.5 is placed over the mark. How should the microscope be moved to get the mark in focus? എന്തായാലും അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ് മാർക്ക് എങ്കിൽ രണ്ടാമത് ഈ നമ്മുടെ മെറ്റീരിയൽ വെക്കുമ്പോൾ അവൻ റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതെപ്പോഴും എന്ന് പറയുന്നത് h into 1 minus 1 by mu അല്ലേ? സോ ദാറ്റ് ഈസ് ദ ആക്ച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത് 3 അല്ലേ? അവിടെ കൊടുത്തിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 by 1.5 അല്ലേ? സോ 3 into 1 by 3 cancel. You get the answer as 1 centimeter. റൈസിങ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും പറയാം D as the answer. Number 74. A telescope has an objective lens of focal length 10 centimeter diameter. 10 centimeter diameter. And is situated at a distance of 1 kilometer from 2 objects. 2 objects il ninnu 1 kilometer akale. Okay. The minimum distance between these 2 objects, which can be resolved by the telescope when the mean wavelength of the light is 5000 angstrom. The minimum resolving limit എന്ന് പറയുന്നത് നമുക്കറിയാം 1.22 lambda division by the aperture. അപ്പം എന്ന് പറയുന്നത് അവ തമ്മിലുള്ള സെപ്പറേഷൻ ബൈ 6 ആയിട്ട് നമുക്ക് എടുത്താലേ our aim is to find what is the value for that x. So 1.22 lambda division by a, that much into r, the separation. 1.22 into lambda 5 into 10 to the power of minus 7 into the separation ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് it is 1 kilometer, the division by 10 centimeter. അപ്പോൾ around നമുക്ക് കിട്ടുന്ന ആൻസർ 6.1 into 10 to the power of minus 3. The 6 millimeter അടുത്താണ്. So we can take D as the
answer. Number 75. An astronomical telescope has a length of 44 centimeter. അപ്പോൾ f0 plus fe എന്ന് പറയുന്നത് 44 ആണ്. ആൻഡ് 10-fold മാഗ്നിഫിക്കേഷൻ. അപ്പോൾ fo by fe എന്ന് പറയുന്നത് 10 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 10 times of fe ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 11 fe എന്ന് പറയുന്നത് 44 ആയി മാറി. feയുടെ വാല്യൂ എന്ന് പറയുന്നത് yes, we get the value answer as 4. So അങ്ങനെയാണെങ്കിൽ fo എന്ന് പറയുന്നത് 4 into 10 as 40 centimeter. Focal length of the objective എന്ന് പറയുന്നത് നമുക്ക് 40 centimeter ആയിട്ട് പറയാം. ഹൈപ്പർമെട്രോപ്പിയ ഇസ് എ ലോങ് സൈറ്റ് ഡിഫക്റ്റ് ആണെന്ന് നമുക്ക് വ്യക്തതയോടെ അറിയാവുന്ന കൺസെപ്റ്റ് ആണ്. So dear students, best wishes for your coming entrance exam. Take care. God bless you.